ഓക്കെ, ഇന്ന് ഫിസിക്സിൻ്റെ തേർഡ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. സോ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ചാപ്റ്റർ വഴിയേ മനസ്സിലാക്കാം. സോ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനർജി കൺവേർഷൻസ് കുറച്ച് പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഫസ്റ്റ് തന്നെ ഒരു കോളം ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കോളം ചോദിച്ചിരിക്കുന്നത് You know that electrical energy can be converted to many other forms. ഇലക്ട്രിക്കൽ എനർജീനെ, വൈദ്യുതി ഊർജ്ജത്തിനെ നമുക്ക് ബാക്കി ഏത് ഫോമിലേക്കും കൺവേർട്ട് ചെയ്യാം. അതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജീനെ അതിൽ നിന്നാണ് നമ്മൾ ലൈറ്റ് എനർജി എടുക്കുന്നത്. മാഗ്നറ്റിക് എനർജി ഏതാ സോളിനോയിഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് സോളിനോയിഡ് വിൽ ആക്ട് ലൈക്ക് എ മാഗ്നറ്റ്, ഒരു കാന്തം പോലെ ആക്ട് ചെയ്യും സോളിനോയിഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്. സോ ഇലക്ട്രിക്കൽ എനർജീനെ നമുക്ക് എന്താക്കാൻ പറ്റും? മാഗ്നറ്റിക് എനർജി ആക്കാൻ പറ്റും. ദെൻ ഇലക്ട്രിക്കൽ എനർജി നമുക്കൊരു ഓവനോ അഥവാ ഇൻഡക്ഷൻ കുക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കറണ്ടിനെ ഹീറ്റ്, താപ ഊർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫാൻ ആണെങ്കിലോ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ട് അത് കറങ്ങുകയാണ് ചെയ്യുന്നത്. അത് മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, വൈദ്യുതി ഊർജ്ജത്തിനെ നമുക്ക് പ്രകാശോർജ്ജം, കാന്തികോർജ്ജം, താപോർജ്ജം, യാന്ത്രികോർജ്ജം ഇങ്ങനെയെല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഒരു സോളാർ സെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സോളാർ സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനകത്തുനിന്ന് വേറെ കറണ്ടുകളൊന്നും അങ്ങോട്ട് കൊടുക്കണ്ട, നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണ് സോളാർ സെൽ. സോളാർ സെൽ എന്താ ചെയ്യുന്നത്? സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് അതെന്ത് ചെയ്യുക? അതിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരുന്നോളാം. സോളാർ സെൽ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നത് സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി, സോളാർ സെല്ല് പ്രകാശ ഊർജ്ജത്തെ വൈദ്യുതി ഊർജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൺവേർഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളുക. സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തായിരുന്നു മോട്ടർ പ്രിൻസിപ്പൽ, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മോട്ടർ പ്രിൻസിപ്പൽ എന്താ പറഞ്ഞത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഒരു കണ്ടക്ടർ കൊണ്ടേ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ കൊണ്ടേ പ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ കണ്ടക്ടർ മൂവ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ കാന്തിക ശക്തിയിൽ അവിടെ ഉണ്ടായിരുന്ന കണ്ടക്ടർ, ആ ചാലകം എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഓക്കെ, ഒരു ചാലകത്തിനെ നമ്മളൊരു കാന്തിക ശക്തിയിൽ കൊണ്ടേ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാന്തിക ശക്തി മൂലം ആ ചാലകം എന്ത് ചെയ്യും? മൂവ് ചെയ്യും, ചലിക്കും. അതാണ് നമ്മൾ മോട്ടർ തത്വം പഠിച്ചത്. ഓക്കെ, അപ്പോൾ പിന്നീട് മൈക്കൽ ഫാരഡെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിൾ പഠിച്ച എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മൈക്കൽ ഫാരഡെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ ഫാരഡേക്ക് കുറച്ച് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. ആ റിസൾട്ട്സ് നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് എന്താണ് അതിൻ്റെ റീസൺ എന്നും നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാരഡെ എടുത്ത മെറ്റീരിയൽസ് ആണ് ഒരു ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റ് നോർത്തും സൗത്ത് പോളും ഉള്ളൊരു ബാർ മാഗ്നറ്റ് ഫാരഡെ എടുത്തു. ദെൻ ഒരു സോളിനോയിഡ് എടുത്തു. സോളിനോയിഡ് അറിയാലോ, ദിസ് ഇസ് എ സോളിനോയിഡ്. ഓക്കെ, ഒരു സോഫ്റ്റ് അയൺ ഒരു കോപ്പർ വയറോ അല്ലെങ്കിൽ എന്തെങ്കിലും വയറ് ഇങ്ങനെ ചുറ്റി വച്ചേക്കുന്നതാണ് ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്. സോ ഒരു കമ്പിച്ചുരുൾ, ഒരു സോളിനോയിഡും എടുത്തു. പിന്നെ ഉണ്ടായിരുന്നതാണ് ഒരു ഗാൽവനോമീറ്റർ എന്ന് പറയും. ഇതാണ് ഗാൽവനോമീറ്റർ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഗാൽവനോമീറ്റർ എന്തിനാണ്? ഗാൽവനോമീറ്റർ നമ്മൾ ഒരു സർക്യൂട്ടിലെ കറണ്ട്, വൈദ്യുതി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കറണ്ട് മൂവ് ചെയ്യുന്ന അതേ ദിശയിലേക്ക് ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും? ചലിക്കും. ഇപ്പം കറണ്ട് മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണെങ്കിൽ, ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഗാൽവനോമീറ്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. കറണ്ട് മൂവ് ചെയ്യുന്നത് നേരെ തിരിച്ചാണ്, ഈ ഗാൽവനോമീറ്റർ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ കറണ്ട് പോകുന്നത് ആ ഡയറക്ഷനിൽ ഗാൽവനോമീറ്ററിൻ്റെ ആ നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും അഥവാ ചലിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഡിവൈസിൽ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ അത് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നൊക്കെയോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. സോ ഇനി മൈക്കൽ ഫാരഡെ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സോളിനോയിഡ് ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? ഒരു നോർത്ത് സൗത്ത് പോളുള്ള ഒരു ബാർ മാഗ്നറ്റ് സോളിനോയിഡിന്റെ അകത്തേക്ക്
ദാ ഇതുപോലെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ദാ ദിസ് ഇസ് കൺസിഡർ, ഇതൊരു മാഗ്നറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് ഈ സോളിനോയിഡിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്തു, ദെൻ തിരിച്ച് മൂവ് ചെയ്തു, ഇതുപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പം ഫാരഡേക്ക് കിട്ടിയ റിസൾട്ടുകളാണ് ഈ ഒരു ടേബിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഓരോന്നുമായിട്ട്. ഇനി ഈ ടേബിൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. ഇത് എക്സാമിന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. സോ ഇത് കംപ്ലീറ്റ് ചെയ്യണം നിർബന്ധമായിട്ടും. അപ്പം ആദ്യമാണ് ഒരു ബാർ മാഗ്നറ്റ് സ്റ്റേഷനറി നിയർ ദ സോളിനോയിഡ്. അതായത് ഈ ഒരു ബാർ മാഗ്നറ്റ്, ഈ ബാർ കാന്തം എന്ത് ചെയ്യുന്ന, സ്റ്റേഷനറി എന്ന് വെച്ചാൽ ചലിക്കാതെ വച്ചിരിക്കുകയാണ്, നിശ്ചലമായിട്ട് വച്ചിരിക്കുകയാണ് ഈ സോളിനോയിഡിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഗാൽവനോമീറ്ററിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് കോളം ചോദിച്ചേക്കുന്നത് ഇഫ് ഇറ്റ് ഡിഫ്ലെക്ട്സ്, അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു കോളം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെയാണ് നമ്മൾ കാന്തം സോളിനോയിഡിൻ്റെ അരികിൽ നിശ്ചലമായിട്ട് വയ്ക്കുമ്പോൾ എന്താണെന്നുള്ളത്. ഈ ബാർ മാഗ്നറ്റ് സോളിനോയിഡിൻ്റെ പുറത്ത് അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ അടുത്ത് നിശ്ചലമായിട്ട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ട് വയ്ക്കുമ്പോൾ ഈ ഗാൽവനോമീറ്ററിന് ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് സ്റ്റേഷനറി ചലിക്കാത്ത അവസ്ഥയിൽ ഇവിടെ എന്തുണ്ടാവില്ല, ഡിഫ്ലക്ഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, ഡിഫ്ലക്ഷൻ ഉണ്ടാവത്തില്ലെങ്കിൽ പിന്നെ റൈറ്റോ ലെഫ്റ്റോ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നില്ല. രണ്ടാമത്തതാണ് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. കണ്ടോ, നോർത്ത് പോള് സോളിനോയിഡിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്തേക്കാണ്. ഓക്കെ, നോർത്ത് പോള് ഉത്തരധ്രുവം. ഓക്കെ, ഉത്തരധ്രുവം സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് നീക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഡിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫിഗറിൽ നിന്ന് എങ്ങോട്ടാണ് ചലിച്ചേക്കുന്നത്, ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? യെസ്, ഇറ്റ്സ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട് അല്ലേ. എങ്ങോട്ടാണ് ചലിച്ചേക്കുന്നത്, വലത്തോട്ടാണ് ചലിച്ചേക്കുന്നത്. സോ റൈറ്റ്, വലത്തോട്ട്. സോ അപ്പോൾ സെക്കൻഡും കംപ്ലീറ്റ് ആയി. തേർഡ് വൺ, മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി ഇൻസൈഡ് ദ സോളിനോയിഡ്. ദെൻ ഈ മാഗ്നറ്റ് എന്ത് ചെയ്തേക്കുക, ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ സ്റ്റേഷനറി ആക്കി വെച്ചേക്കുക. സ്റ്റേഷനറി ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഡിഫ്ലക്റ്റ് ചെയ്യില്ല, ഡസ് നോട്ട് ഡിഫ്ലക്റ്റ്. ഡിഫ്ലക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ റൈറ്റോ ലെഫ്റ്റോ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല, ചലിക്കുന്നില്ല. അടുത്തത് മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ സോളിനോയിഡ്. കണ്ടോ, ഇത് പുറത്തേക്ക് മാഗ്നറ്റിനെ വലിക്കുന്ന ഒരു ഫിഗറാണ് കാണിച്ചേക്കുന്നത്. മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ സോളിനോയിഡ്. അപ്പോൾ നോക്കി എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്തേക്കുന്നത്, ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. എങ്ങോട്ടാണ്, ഇടത്തോട്ട്, ലെഫ്റ്റിലോട്ട് ചലിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. സൗത്ത് പോള് ഉള്ളിലേക്ക് ചലിപ്പിച്ചാലുള്ളത്. എന്തായാലും സൗത്ത് പോള് ഉള്ളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ചലിക്കും. പക്ഷെ നോർത്ത് പോൾ ആയിരുന്നപ്പോൾ അത് ചലിച്ചത് റൈറ്റിലോട്ടാണെങ്കിൽ സൗത്ത് പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് എങ്ങോട്ടായിരിക്കും, ലെഫ്റ്റിലേക്കായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് ആർ മൂവ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് ദ സെയിം സ്പീഡ്. അതായത് ഇപ്പം ഇതാണ് ഒരു സോളിനോയിഡ്, അതിനകത്ത് മാഗ്നറ്റ് ഇരിക്കുകയാണ്, രണ്ടും ഒരേ സമയം നമ്മൾ മൂവ് ചെയ്യുകയാണ്. ദിസ് ഇസ് സോളിനോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ദിസ് ഇസ് എ ബാർ മാഗ്നറ്റ്. രണ്ടും നമ്മൾ ഒരേ ടൈമിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലൊരു വ്യത്യാസമില്ല, ഒരേപോലെയാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ വന്നാലും ഇത് നമ്മൾ മൂവ് ചെയ്യാതെ വയ്ക്കുന്ന ഒരു അവസ്ഥയുടെ റിസൾട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക, ഡസ് നോട്ട് ഡിഫ്ലക്റ്റ്. ഓക്കെ, അടുത്തത് സോളിനോയിഡ് ഈസ് മൂവ് കീപ്പിംഗ് ദ മാഗ്നറ്റ് സ്റ്റേഷനറി. സോളിനോയിഡ് മൂവ് ചെയ്യാണ്, മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് കീപ്പ് ചെയ്യാണ്. എന്നാലും ഇതെന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ, ഇടത്തോട്ടോ വലത്തോട്ടോ ഡിഫ്ലക്റ്റ് ചെയ്യും, റൈറ്റ് ഓർ ലെഫ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, നിങ്ങൾ ഓർക്കുക, എപ്പോഴും ഇവ തമ്മിലൊരു ചലന വ്യത്യാസം, റിലേറ്റീവായിട്ട് ഇത് തമ്മിലൊരു വ്യത്യാസം വരുമ്പോഴാണ് ഇവിടെ എന്തുണ്ടാവുള്ളൂ, കറണ്ട് ഉണ്ടാവുള്ളൂ. കറണ്ട് ഇതിലുണ്ടായാൽ മാത്രമാണ് ഈ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യുള്ളൂ, ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒന്ന് ഇവിടെ കറണ്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവ തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ, അതായത് ഒരു ചലന വ്യത്യാസം ഉണ്ടാവണം. അതായത് ഇത് രണ്ടും ഒരേപോലെ നീങ്ങിയാലും ഇവിടെ കറണ്ട് ഉണ്ടാവത്തില്ല. ഇത് രണ്ടും അനങ്ങാതെ നിന്നിട്ടുണ്ടെങ്കിലും അനങ്ങാതെ നിർത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ എന്തുണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കേസ് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കുക. ഇവ തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ, ഇവ തമ്മിലൊരു ചലന വ്യത്യാസം ഉണ്ടായാൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യുള്ളൂ,
കറണ്ട് ഇവിടെ ഉണ്ടാവുള്ളൂ. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യുള്ളൂ, ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ സോളിനോയിഡും മാഗ്നറ്റും സ്റ്റേഷനറി ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഉണ്ടാവാതെ ഡിഫ്ലക്ഷനും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ രണ്ടും ഒരേപോലെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും അവ തമ്മിലൊരു വ്യത്യാസം ഇല്ലല്ലോ, ഒരേപോലെയല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോഴും അവിടെ എന്തുണ്ടാവില്ല, ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അപ്പം ആ ഒരു കേസ് ഓർത്തിരിക്കുക. ദെൻ നിങ്ങൾ ഓർക്കേണ്ടത് നോർത്ത് പോള് അകത്തേക്ക് ചലിപ്പിക്കുമ്പോൾ ഇത് റൈറ്റിലേക്കും സൗത്ത് പോൾ അകത്തേക്ക് ചലിപ്പിക്കുമ്പോൾ ഇത് ലെഫ്റ്റിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോർത്ത് പോള് അകത്തേക്ക് കയറ്റുമ്പോഴാണെങ്കിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് അത് തിരിച്ച് നോർത്ത് പോള് നമ്മൾ ഇതുപോലെ മൂവ് ചെയ്യിച്ചു, അത് തിരിച്ച് ഇതുപോലെ മൂവ് ചെയ്യുമ്പോൾ അത് എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും, ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സൗത്ത് പോൾ നമ്മൾ അകത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ലെഫ്റ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. സൗത്ത് പോൾ നമ്മൾ തിരിച്ച് വലിക്കുമ്പോൾ റൈറ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. സോ ഈ ഒരു കോളം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും ഈ മാഗ്നറ്റും ഈ സോളിനോയിഡും തമ്മിൽ ഒരു റിലേറ്റീവ് ആയിട്ടുള്ളൊരു മോഷൻ, അതായത് ഇവ തമ്മിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ അല്ലാതെ ചലിക്കുന്ന സമയത്താണ് ഇവിടെ എന്തുണ്ടാവുന്നത്, കറണ്ട് ഉണ്ടാവുന്നതും ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതും. രണ്ടും മൂവ് ചെയ്യാണ്ടിരുന്നാലും അവിടെ കറണ്ട് ഉണ്ടാവുന്നില്ല, രണ്ടും ഒരേപോലെ മൂവ് ചെയ്താലും അവിടെ കറണ്ട് ഉണ്ടാവുന്നില്ല. സോ ഈ ഒരു ടേബിള് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് നിർബന്ധമായിട്ടും പഠിക്കണം, ഈ ഒരു കോളം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇനി ഈ ഒരു സെയിം എക്സ്പെരിമെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു സെയിം എക്സ്പെരിമെന്റ് തന്നെ ഒന്നുകൂടി ചെയ്ത് നോക്കുകയാണ്. ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം വരുത്തിയേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത സോളിനോയിഡിന്റെ സോളിനോയിഡ് ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ യൂസ് ചെയ്ത സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ്, ഈ കമ്പിച്ചുരുളുകളുടെ എണ്ണം നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, കമ്പിച്ചുരുളുകളുടെ എണ്ണം നമ്മൾ കൂട്ടിയിട്ടുണ്ട്. പിന്നെ സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്തു. നമ്മളിവിടെ യൂസ് ചെയ്ത ബാർ കാന്തം കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടിയ കാന്തം യൂസ് ചെയ്തു. പിന്നെ മാഗ്നറ്റ് സോളിനോയിഡ് മൂവ്സ് വിത്ത് ഗ്രേറ്റർ സ്പീഡ്, നല്ല സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ മാഗ്നറ്റും സോളിനോയിഡും ചലിപ്പിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ്, നമ്മൾ ഈ ചെയ്ത എക്സ്പെരിമെന്റ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്തത്. റിപ്പീറ്റ് ചെയ്തപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി ചെയ്തു. ഏതാ, ഒന്ന് നമ്പർ ഓഫ് ടേൺസ് കൂട്ടി, പിന്നെ മാഗ്നറ്റ് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് എടുത്തു, പിന്നെ ഗ്രേറ്റർ സ്പീഡിൽ ഈ മാഗ്നറ്റ് മൂവ് ചെയ്യിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷന് വരുന്ന വ്യത്യാസമാണ്. അപ്പം ഞാൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ അളവ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. കറണ്ടിന്റെ അളവ് കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇവിടെ മാഗ്നറ്റ് നല്ലതാണ്, കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റായി യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ അളവ് കൂടും. അങ്ങനെ അവിടെ എന്ത് കൂടും, ഡിഫ്ലക്ഷൻ കൂടും. ഇനി മാഗ്നറ്റ് നമ്മൾ നല്ല സ്പീഡിലാണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ അവ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ, അവ തമ്മിലുള്ള ചലന വ്യത്യാസം കൂടും. ആ വ്യത്യാസം കൂടുന്നതനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ അളവ് കൂടും. കറണ്ടിന്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് കൂടും, ഡിഫ്ലക്ഷൻ കൂടും. അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പം നമ്മൾ യൂസ് ചെയ്ത ഇതിൽ നമുക്ക് ഇവിടുത്തെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യണം, കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ഈ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസിനെ നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഈ മാഗ്നറ്റ്, ഈ ബാർകാന്തം നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ സ്ട്രെങ്ത് കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കാം, ശക്തി കൂട്ടിക്കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ബാർകാന്തം അല്ലെങ്കിൽ ഈ ബാർ മാഗ്നറ്റിനെ ഇതിനെ മൂവ് ചെയ്യിക്കില്ലേ, ആ മൂവ് ചെയ്യിക്കുന്ന സ്പീഡ് കുറച്ചുകൂടി കൂട്ടിക്കൊടുത്താലും നമുക്ക് അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നത് വഴി അവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ അളവ് കൂടും. കറണ്ടിന്റെ അളവ് കൂടുന്നത് വഴി എന്ത് ചെയ്യും, അവിടെ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യും. സോ ഇത് ഓൺ ദ ബേസിസ് ഓഫ് ദ എബവ് എക്സ്പെരിമെന്റ് ആൻഡ് അനാലിസിസ് ഓഫ് ദ ടേബിൾ ഫൈൻഡ് ഔട്ട് ദ ആൻസർ. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തതിന്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡിഡ് ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ഇൻ ദ എക്സ്പെരിമെന്റ്? എന്തുകൊണ്ടാണ് ഗാൽവനോമീറ്റർ സൂചി ചലിക്കാനുള്ള കാരണം? എന്തുകൊണ്ടായിരുന്നു ഇവിടെ ഗാൽവനോമീറ്ററിന്റെ സൂചി ചലിക്കാനുള്ള കാരണം? ഗാൽവനോമീറ്ററിന്റെ സൂചി ചലിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, കറണ്ട് ഉണ്ടാവണം. കറണ്ട് ഉണ്ടായാൽ മാത്രമാണ് ഇവിടെ ഗാൽവനോമീറ്ററിന്റെ സൂചി എന്ത് ചെയ്യുള്ളൂ, ചലിക്കുള്ളൂ. അപ്പൊ ഗാൽവനോമീറ്റർ
നീഡിൽ ഡിഫ്ലെക്ട്സ് ബിക്കോസ് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇതിനകത്ത് കറണ്ട് ഉണ്ടായി എന്നാണ് അതിൻ്റെ മീനിങ്. കറണ്ട് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ഒരിക്കലും ഡിഫ്ലക്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്? ഇവിടെ ഇവ തമ്മിലൊരു റിലേറ്റീവ് മോഷൻ, ഇവ തമ്മിലൊരു വ്യത്യാസം ഉണ്ടായപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? കറണ്ട് ഉണ്ടായി. ആ കറണ്ട് ഉണ്ടായതിൻ്റെ റിസൾട്ടായിട്ടാണ് ഇവിടെ ഗാൽവനോമീറ്ററിൻ്റെ സൂചി എന്ത് ചെയ്തത്? ചലിച്ചത്. ഓക്കെ, അപ്പോൾ ആൻസർ നോക്കുക. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഗാൽവനോമീറ്ററിൻ്റെ സൂചി എന്ത് ചെയ്തത്? ചലിച്ചത്. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സോളിനോയിഡിലെ വൈദ്യുതി പ്രവാഹമാക്കുന്നത്? ഏതെല്ലാം സന്ദർഭങ്ങളിലാ? നമ്മളിപ്പോൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ മനസ്സിലായി, ഇത് ഡിഫ്ലക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാഗ്നറ്റ് നമ്മൾ സോളിനോയിഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ, അല്ലേ? when current is produced when magnet is brought near the solenoid. സോളിനോയിഡിന്റെ അടുത്തേക്ക് നമ്മളൊരു ബാർ കാന്തത്തിനെ കൊണ്ടുവരുമ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി. കാന്തം സോളിനോയിഡിന്റെ അടുത്തേക്ക് ചലിപ്പിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടായിക്കൊണ്ടിരുന്നത്? കറണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് രണ്ടും അടുത്തേക്ക് വരാതിരിക്കുകയോ അല്ലെങ്കിൽ ചലിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് ഉണ്ടായില്ല. നമ്മൾ ഈ ബാർ കാന്തം സോളിനോയിഡിന്റെ അടുത്തേക്ക് ചലിപ്പിക്കുമ്പോഴാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? കറണ്ട് ഉണ്ടായത്. വിച്ച് വർ ദ ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് ദ കറണ്ട് ഇൻക്രീസ്ഡ്? അതായത് ഇവിടെ ഉണ്ടാവുന്ന വൈദ്യുതിയുടെ അളവ് കൂട്ടാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ? 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? നമ്മൾ യൂസ് ചെയ്യുന്ന സോളിനോയിഡിന്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുക, കാന്തത്തിന്റെ ശക്തി കൂട്ടുക, പിന്നെ ചലന വേഗത കൂട്ടുക. കാന്തത്തിന്റെയോ സോളിനോയിഡിന്റെയോ ചലന വേഗത കൂട്ടുക. ഇതാണ് ആ 3rd ക്വസ്റ്റ്യന്റെ ആൻസർ കേട്ടോ. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് അവിടുത്തെ ഉണ്ടാവുന്ന കറണ്ടിന്റെ അളവ് കൂട്ടാൻ പറ്റും. സ്ട്രോങ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത് വഴി, പിന്നെ സോളിനോയിഡും മാഗ്നറ്റും ഗ്രേറ്റർ സ്പീഡിൽ മൂവ് ചെയ്താലും നമുക്ക് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? നമുക്ക് അവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ഈ കൺവേർഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എഴുതാൻ കിട്ടും, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഈ ഒരു എക്സ്പെരിമെന്റ് മസ്റ്റായിട്ടും എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റണം. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റ് മസ്റ്റായിട്ടും എഴുതാൻ പറ്റണം. ദെൻ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക, ഇത് ചെയ്യുക. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോർഷൻ കംപ്ലീറ്റഡ് ആണ്. ഇതിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 2-3 മാർക്സിന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട്. ഓക്കെ, ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പോകരുത്. ജസ്റ്റ് ഈ ഫിഗർ നോക്കുക, അത് വെച്ച് മനസ്സിലാക്കിയിട്ട് ഇത് ഓർത്തിരിക്കുക. നോർത്ത് പോളും സൗത്ത് പോളും മൂവ് ചെയ്യുന്ന ഡിഫറൻസ് എല്ലാം മനസ്സിലാക്കി വെക്കുക. സോ ഈ ഒരു പോർഷനിൽ നിന്ന് ഇത്രയാണ് പഠിക്കാനുള്ളത്. സോ അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം തന്നെ അങ്ങനെയായിരുന്നു, വൈദ്യുതി കാന്തിക പ്രേരണം. എന്താണ് വൈദ്യുതി കാന്തിക പ്രേരണം എന്നാണ് ഇനിയുള്ള ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് പഠിച്ചത് വഴി നമുക്ക് മനസ്സിലായി, അതിനകത്തൊരു കറണ്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിലേറ്റീവ് മോഷൻ, അല്ലേ? ഒരു റിലേറ്റീവ് മോഷൻ, അതായത് ആ കാന്തവും സോളിനോയിഡും തമ്മിലൊരു ആപേക്ഷിക ചലനം റിലേറ്റീവ് മോഷൻ ഉണ്ടാവുമ്പോൾ മാത്രമാണ് അവിടെ എന്തുണ്ടാവുന്നത്? കറണ്ട് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി. അപ്പം രണ്ടും ഒരേപോലെ ചലിച്ചാലോ അല്ലെങ്കിൽ രണ്ടും ചലിക്കാതിരുന്നാലോ അവിടെ എന്തുണ്ടാവില്ല? കറണ്ട് ഉണ്ടാവില്ല. രണ്ടും തമ്മിലൊരു ആപേക്ഷിക ചലനം, രണ്ടും തമ്മിലൊരു ചലന വ്യത്യാസം, ഓക്കെ, റിലേറ്റീവ് മോഷൻ ഉണ്ടായാൽ മാത്രമാണ് അവിടെ എന്തുണ്ടാവുള്ളൂ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പെരിമെന്റിന്റെ 2 സ്റ്റേജസ് ആണ് കാണിച്ചേക്കുന്നത്. ഇതൊരു സോളിനോയിഡ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ. അത് ഒരു മാഗ്നറ്റ് ആണ്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു. അതായത് ഇത് ഒരു ഇമാജിനറി ലൈനാണ്, സാങ്കല്പികമായിട്ടുള്ളൊരു ലൈനാണ്. അതായത് ഈ കാന്തത്തിന്റെ ശക്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, സ്ട്രെങ്ത്, മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറയും. അത് ഇതാണ്. അപ്പോൾ നമുക്കിത് കാണാനൊന്നും പറ്റില്ല, നമ്മുടെ ജസ്റ്റ് ഇമാജിനറി ലൈൻസ് ആണത്. ഓക്കെ, അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് നമ്മളൊരു സോളിനോയിഡിന്റെ പുറത്ത് വെച്ചു, ദെൻ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓൺ വിച്ച് ഇൻസ്റ്റൻസ് വിൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ബി ലെസ്? അതായത് ഇതിനകത്ത് ഏത് കേസിലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് കുറവ്? അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കി, ഇതിൽ
എ എന്ന കേസും ഉണ്ട്, ബി എന്ന കേസും ഉണ്ട്. ഈ ഏത് കേസിലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് കുറവ്? ഈ സോളിനോയിഡിന് മാഗ്നറ്റിക് ഫ്ലക്സ് കുറവ് വരുന്നത് ഏതിലാണ്? നോക്ക്, ഇവിടെ വന്നപ്പോൾ ഈ ഒരു ലൈൻസ് ഇല്ലേ, അതിനാണ് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആ മാഗ്നറ്റിക് ഫ്ലക്സ് കുറവ് ഏത് കേസിലാണ്? എ. അതായത് നമ്മൾ ഒരു മാഗ്നറ്റ് സോളിനോയിഡിന്റെ അടുത്തുനിന്ന് മാറ്റാം, മൂവ് എവേ, ദൂരേക്ക് മൂവ് ചെയ്യിക്കുമ്പോഴാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? കുറവ് മാഗ്നറ്റിക് ഫ്ലക്സ് ആർക്ക് കിട്ടുന്നത്? സോളിനോയിഡിന് കിട്ടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഓൺ വിച്ച് ഇൻസ്റ്റൻസ് വിൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സോളിനോയിഡ് ബി ഗ്രേറ്റർ? അതായത് സോളിനോയിഡിന് കിട്ടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതൽ ഏത് കേസിലാണ്? ഏത് കേസിലാണ്? ബി കേസിൽ. ഓക്കെ, അതായത് ഈ ഫ്ലക്സ് സോളിനോയിഡിന് കൂടുതൽ കിട്ടുന്നത് ഏത് കേസിലാണ്? വെൻ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് എ സോളിനോയിഡ്, സോളിനോയിഡിന്റെ അടുത്തേക്ക് ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് സോളിനോയിഡിന് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതലായിട്ട് സോളിനോയിഡിന് കിട്ടുന്നത് എപ്പോഴാണ്? ഈ ബാർ മാഗ്നറ്റിനെ നമ്മൾ സോളിനോയിഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോഴും കുറവ് കിട്ടുന്ന എപ്പോഴാണ്? എവേ, സോളിനോയിഡിന്റെ അടുത്തുനിന്ന് ദൂരേക്ക് മൂവ് ചെയ്യിക്കുമ്പോഴാണ് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് കുറവ് കിട്ടുന്നത്. നോക്കുക, ഏത് സന്ദർഭത്തിലാണ് സോളിനോയിഡുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് കുറവ്? എ, കാന്തം സോളിനോയിഡിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് അവിടെ ഫ്ലക്സ് കുറവായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സന്ദർഭത്തിലാണ് സോളിനോയിഡുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് കൂടുന്നത്? ഏതാ? ബി ആണ്. കാന്തം സോളിനോയിഡിന്റെ അടുത്തേക്ക് ചലിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? ഫ്ലക്സ് കൂടുതലായിട്ട് ആർക്ക് കിട്ടുന്നത്? സോളിനോയിഡിന് കിട്ടുന്നത്. അപ്പോൾ ചോദിച്ചേക്കണേ, ഈ പരീക്ഷണം ചെയ്യുമ്പോൾ ഏത് സന്ദർഭത്തിലാണ് സോളിനോയിഡുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് മാറ്റം വരുന്നത്? അതായത് ഈ ഒരു മാഗ്നറ്റും സോളിനോയിഡും ചലിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ, ചലിക്കുമ്പോഴാണോ, നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ അവിടുത്തെ ഫ്ലക്സിന് മാറ്റം വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്ലക്സിന് എപ്പോഴാണ് മാറ്റം വരുന്നത്? അത് രണ്ടും ചലിക്കുമ്പോഴല്ല, ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോൾ, അവിടെ ചലനം നടന്നാൽ മാത്രമാണ് അവിടെ എന്തുണ്ടാവുള്ളൂ? ഒരു ഫ്ലക്സിന് വ്യത്യാസം വരുള്ളൂ. ആ ഫ്ലക്സിന് വ്യത്യാസം വന്നാൽ മാത്രമാണ് അവിടെ എന്തുണ്ടാവുള്ളൂ? കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ മാത്രമാണ് അവിടുത്തെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. സോ അതാണ് ഇത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലക്സിന് ചേഞ്ച് വരിക, അതായത് ഒരു സോളിനോയിഡിന്റെ ഫ്ലക്സിന് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നത് വഴി, വ്യത്യാസം വരുന്നത് വഴി അവിടെ എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ കറണ്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് അവിടുത്തെ എന്ത് ചെയ്യുന്നത്? ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ താഴെ പറയുന്നുണ്ട്, അതായത് ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നത് സോളിനോയിഡ് whenever there is a change in magnetic flux linked with the solenoid. ആ സോളിനോയിഡിന് കിട്ടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, ഓക്കെ, സോളിനോയിഡിന് കിട്ടുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? അവിടെ ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അവിടെ ഉണ്ടാവുന്ന കാന്തിക ഫ്ലക്സിന്, അതായത് ഒരു സോളിനോയിഡിൽ ഉണ്ടാവുന്ന കാന്തിക ഫ്ലക്സിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാരണമാണ് അവിടെ എന്തുണ്ടാവുന്നത്? കറണ്ട് ഉണ്ടാവുന്നത്. ആ കറണ്ട് ഉണ്ടാവുന്നതും ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നത് വഴി അവിടെ കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും, അങ്ങനെ ഉണ്ടായി കിട്ടുന്ന കറണ്ടിന് നമ്മൾ പറയുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നും, അതിന്റെ വോൾട്ടേജിനെ നമ്മൾ പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF എന്നാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു, ഒരു കാന്തിക ഫ്ലക്സ്, ഒരു സോളിനോയിഡിന്റെ കാന്തിക ഫ്ലക്സിന് വ്യത്യാസം വരുമ്പോഴാണ് ആ സോളിനോയിഡിൽ എന്തുണ്ടാവുന്നത്? കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാന്തിക പ്രേരണം എന്നറിയപ്പെടുന്നത്, വൈദ്യുത കാന്തിക പ്രേരണം എന്നറിയപ്പെടുന്നത്. അതുമൂലം, ഈ വൈദ്യുത കാന്തിക പ്രേരണ മൂലം ഉണ്ടാവുന്ന കറണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രേരിത വൈദ്യുതി എന്ന് പറയുന്നത്. ആ വൈദ്യുതിക്ക് ഒരു വോൾട്ടേജ് ഉണ്ടാവുമല്ലോ, ആ വോൾട്ടേജിന് പറയുന്നത് പ്രേരിത EMF എന്നാണ്. EMF എന്ന് വെച്ചാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഇൻഡ്യൂസ്ഡ് EMFനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു തന്നെ, അവിടെ ഉണ്ടാവുന്ന EMFനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ അവിടുത്തെ കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫാക്ടർ തന്നെയായിരിക്കും അല്ലേ? ആ വോൾട്ടേജിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കറണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ തന്നെയായിരിക്കും.
കറണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തന്നെയായിരിക്കും? നമ്മുടെ ഗാൽവനോമീറ്ററിനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് ഗാൽവനോമീറ്ററിന്റെ സൂചി ചലിക്കുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് തന്നെയായിരിക്കും ആര്? കറണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നത്. കറണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയായിരിക്കും ആരെ അഫക്റ്റ് ചെയ്യുന്നത്? EMFനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 3 റീസൺസ് തന്നെ, നമ്പർ ഓഫ് ആ കണ്ടക്ടറിൻ്റെ സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുക, മാഗ്നറ്റിൻ്റെയോ സോളിനോയിഡിൻ്റെയോ സ്പീഡ് കൂടുക, പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിട്ട് വരിക, ചുറ്റുകളുടെ എണ്ണം, കാന്തിക ശക്തി, കാന്തത്തിൻ്റെയോ സോളിനോയിഡിൻ്റെയോ ചലന വേഗത കൂടുക. ഇത് മൂലം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഉണ്ടാകുന്ന EMFനെ വ്യത്യാസപ്പെടുത്താൻ പറ്റും. സോ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. Whenever there is a change in magnetic flux linked with the coil and EMF is induced in the coil, this phenomenon is electromagnetic induction. നമ്മൾ പറഞ്ഞു തന്നെ, അതായത് ഒരു സോളിനോയിഡുമായിട്ട് ബന്ധപ്പെട്ട്, സോളിനോയിഡിനാണ് ഒരു കോയിൽ എന്ന് പറയുന്നത്, കമ്പിച്ചുരുൾ, അതാണല്ലോ സോളിനോയിഡ്. ഒരു കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം വരുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു EMF, അതായത് കറണ്ട് ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ കറണ്ടിന് ഒരു വോൾട്ടേജും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു EMF ഉണ്ടാവുന്നുണ്ട്. ആ EMF ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിന്, ആ ഒരു ഫിനോമെനൻ എന്ന് പറയും, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം. ഓക്കെ, ഇനി ജസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻ വിച്ച് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡിപ്പെൻഡ്സ്. അതായത് അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. കറണ്ടിൻ്റെ ഡയറക്ഷൻ, അവിടെ ഉണ്ടാകുന്ന കറണ്ട് ഏത് ദിശയിലാണ് പോകുന്നത് എന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാലോ, ഒന്ന് നമ്മുടെ സോളിനോയിഡ് മൂവ് ചെയ്യുന്നതും, ഒന്ന് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ആ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതും. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഇത് നോർത്ത് പോള് ടുവേർഡ്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സോളിനോയിഡ് മൂവ് ചെയ്യിച്ചാലും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടാവുന്നതിൻ്റെ ഡയറക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് ഈ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നത് ഡയറക്ഷൻ, മാഗ്നറ്റ് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ട് നോർത്ത് പോള് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും, നോർത്ത് പോള് തിരിച്ച് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. സോ അത് ഓർത്തിരിക്കുക. അപ്പോൾ 2 ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ, ഒന്ന് ആ കാന്തത്തിൻ്റെ ദിശയും, ഒന്ന് ആ ഒരു ചാലകത്തിൻ്റെ ദിശയായിരിക്കും. സോ ഇത്രയും പോർഷൻസ് വൃത്തിയായിട്ട് പഠിക്കുക. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് എടുത്തു തരാം. ഇത്രയും പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക.